നമസ്കാരം, ഞാൻ ഡോക്ടർ അനുഷ് മോഹൻ, കൺസൾട്ടൻറ്റ് ഗാസ്ട്രോ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയെക്കുറിച്ചാണ്. അതായത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഹെർണിയ അഥവാ കുടലിറക്കം എന്ന് പറയുന്നത്. ഹെർണിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ വയറുഭാഗം, അതായത് ഉദരഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ബോഡിയുടെ പാർട്ട് വീക്ക് ആണെങ്കിൽ ആ ഭാഗത്തൂടെ കുടലോ മറ്റ് അവയവങ്ങളോ ഇറങ്ങി പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഈ ഹെർണിയ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് അത് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത്. കാരണം അതെങ്ങാനും നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ ആ കുടല് ഇറങ്ങി വന്ന് പുറത്തേക്ക് വന്ന് അവിടെ കിടന്ന് കുരുങ്ങി അതിലേക്കുള്ള രക്തഓട്ടം നിലയ്ക്കാനും കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട്. അതായത് കുടൽ ഇറങ്ങി വന്ന് അതിലേക്ക് രക്തോട്ടം നിലയ്ക്കുകയോ കുടൽ ബ്ലോക്ക് ആകാം, അതായത് ആഹാരം കഴിക്കാൻ പറ്റാത്ത വിധമോ മലം പോകാത്ത വിധമോ രീതിയിൽ അത് ബ്ലോക്ക് ആകാനും അതിലേക്കുള്ള രക്തോട്ടം നിലച്ചു കഴിഞ്ഞാൽ അത് ജീർണിച്ച് അത് കുടൽ വെടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതൊക്കെ പൊട്ടൻഷ്യലി വളരെയധികം ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. എന്നതുകൊണ്ട് തന്നെ ഇത് ഈ കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ തന്നെ നമ്മൾ കഴിയുന്ന നേരത്തെ ഒരു ഹെർണിയ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് ചികിത്സ നേടുന്നത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് കീഹോൾ സർജറി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കീഹോൾ സർജറി ഉണ്ട്, റോബോട്ടിക് സർജറി ഉണ്ട്. അതിൽ തന്നെ ടെപ്പ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വയറിന്റെ പ്രോബ്ലംസ് ഒരു ഹെർണിയ സർജറി ചെയ്യൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ വയറിനകത്ത് പോകാതെ തോലിന്റെ ജസ്റ്റ് താഴെ, സ്കിന്നിന്റെ ജസ്റ്റ് താഴെ തന്നെ മസിൽസിന്റെ താഴെ പോയിട്ട് നമ്മളൊരു പെരിറ്റോണിയം എന്ന് പറയുന്ന ഒരു ആവരണമുണ്ട്. ആ ആവരണത്തിന്റെയും വയറിന്റെ ഭിത്തിയുടെയും ഇടയിലൂടെ പോയാണ് ഈ സർജിക്കൽ ടെക്നിക്ക് ചെയ്യുന്നത്. അതിൽ വളരെ ചെറിയതായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഇത് ഒരു 5 മില്ലിമീറ്റർ ഇങ്ങനത്തെ 2 or 3 ഇൻസ്ട്രുമെന്റ്സ് കടത്തി അതിനകത്തൂടെ പോയി 1 സെന്റിമീറ്ററിന്റെ ഒരു മുറിവ് പൊക്കലിലും കാണും. ബാക്കി മുറിവ് എന്ന് പറയുന്നത് ഇത്രയുള്ള ഒരു മുറിവ്, ഇതൊരു വിരലിന്റെ അത്ര പോലും കനമില്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഈ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ കടത്തി ആദ്യം ഒരെണ്ണം കടത്തി പിന്നെ വേറെ വർക്കിംഗ് പോർട്സും കൂടെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് കടത്തി ആ പെരിറ്റോണിയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ബാക്കി സർജറി എല്ലാം ചെയ്യുന്നത് എന്നുള്ള വസ്തുത നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വയറിനകത്ത് പോകുന്നില്ല, വലിയ മുറിവുകളില്ല. അതുകൊണ്ട് തന്നെ അതിലൂടെ തന്നെ ഹെർണിയ സർജറി ചെയ്ത് നമ്മൾ ആ സ്പേസിൽ പോയി അവിടെയുള്ള ഏരിയാസിലുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്തതിന് ശേഷം ആ കുടലിറക്കെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ അവിടെ ഒരു വല വെക്കുന്നതിനും നമ്മൾ ഇതിനകത്തോടെ തന്നെയാണ് ആ വലയും വെക്കുന്നത്. ഫോൾഡബിൾ മെഷ്, റോളബിൾ മെഷ് എന്നൊക്കെ പറയുന്നത് പല ടൈപ്പ് പ്രോലീൻ മെഷുകളുണ്ട്. ഈ വല നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ വെച്ച് ആ വലയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹെർണിയ അതിലൂടെ അങ്ങ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് പറയാം. എന്തായാലും ഒരു ഹെർണിയ പ്രോബ്ലം ഉള്ള ഒരു ആളിന് ദയവ് ചെയ്ത് കഴിയുന്ന നേരത്തെ അതൊരു സർജനെ കണ്ടിട്ട് വേണ്ട ട്രീറ്റ്മെന്റ് കഴിയുന്ന നേരത്തെ സ്വീകരിക്കാം. SP Medifort, you first always.